പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഞെട്ടുന്ന അതിശയപ്പെട്ടു പോകുന്ന ഒരു വാർത്ത ഞാൻ നിങ്ങളോട് പറയാം. വിമാനത്താവളം കണ്ടിട്ടുണ്ടല്ലോ. ഒരു വിമാനത്താവളം, രാജ്യത്തെ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം. വിമാനത്താവളത്തിൽ 2 റൺവേ ഉണ്ട്. ഈ രണ്ടാമത്തെ റൺവേക്ക് വിമാനങ്ങൾ ഇറങ്ങുന്നതിന് തടസ്സമുണ്ടാക്കുമാറ് ഒരു സാധനമുണ്ട്. എന്താണെന്നറിയോ? മോസ്ക്, മുസ്ലിം പള്ളി, മസ്ജിദ്. എവിടെയാണ് സംഭവം? കൽക്കത്ത നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ രണ്ടാമത്തെ റൺവേയിൽ ഗൗരിപൂർ ജുമാ മസ്ജിദ് എന്ന് പറയുന്ന ബാംഗ്ര മോസ്ക്, നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കാം, ചിത്രങ്ങൾ ഞാൻ കാണിക്കാം. അത് സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ രണ്ടാമത്തെ റൺവേയോട് ചേർന്ന് വിമാനത്താവള കോംപ്ലക്സിലിരിക്കുകയാണ്. 3 മുഖ്യമന്ത്രിമാരുടെ കാലത്ത് ആ വിമാനത്താവളത്തിനകത്തിരിക്കുന്ന റൺവേയോട് ചേർന്നിരിക്കുന്ന മോസ്ക്, അപകടകരമായിരിക്കുന്ന മോസ്കിനെ കുറിച്ച് ആരും മിണ്ടിയിട്ടില്ല. മതേതരം തകർന്നു പോകുമെന്നുള്ള ഭീഷണി കൊണ്ട് ഈ രാജ്യത്തെ ഒരു മാധ്യമവും പറഞ്ഞിട്ടില്ല. അതായത് ഒരു വിമാനത്താവളത്തിൻ്റെ റൺവേയിൽ നിന്ന് അതിൻ്റെ മിനിമം 240 മീറ്ററിലേക്ക് ഉള്ളിൽ ഒരു നിർമ്മിതിയും പാടില്ല എന്നാണ് നിയമം. പക്ഷേ റൺവേയിൽ നിന്ന് വെറും 150 മീറ്ററിലാണ് വിമാനത്താവളത്തിനകത്ത് ഈ മോസ്ക് ഇരിക്കുന്നത്. ഈ മോസ്കിലേക്ക് എല്ലാ ദിവസവും 10-60 പേര് വരുന്നുണ്ട്. വെള്ളിയാഴ്ചകളിൽ ഒരു 200 പേര് വരും. നോക്കൂ, വിമാനത്താവളത്തിലേക്ക് നിർബാധം ആളുകൾ കയറിപ്പോവുകയാണ്. എന്ത് സുരക്ഷയാണുള്ളത്? അപ്പോൾ ഇത് 2003 അന്നത്തെ കേന്ദ്രമന്ത്രി ഷാനവാസ് ഹുസൈൻ, CPMൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യയും തമ്മിലൊരു ചർച്ച നടന്നു. കാരണം ഇതിനെ സംബന്ധിച്ച് അന്താരാഷ്ട്ര വിമാന ഗതാഗതത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഏജൻസികളൊക്കെ ഉണ്ടല്ലോ. അവർ പറഞ്ഞു ഇത് ശരിയല്ല. കാരണം ഒരു വിമാനം വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ കൃത്യ റൺവേയിൽ നിന്ന് കുറച്ച് മാറിയൊക്കെ ഇറങ്ങിപ്പോൾ നേരെ പോയി മോസ്കിലിടിക്കും. 100 കണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കും. അതുകൊണ്ട് ഇത് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ CPMൻ്റെ മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ കേന്ദ്ര വ്യോമയാന മന്ത്രിയും കൂടെ തീരുമാനമെടുത്തൊരു കാര്യം ചെയ്യാം, നമുക്ക് റൺവേ ഒരു 88 മീറ്റർ അങ്ങ് വളയ്ക്കാം. റൺവേ വളച്ചു. റൺവേ അങ്ങനെ വളയ്ക്കാൻ പാടില്ലാത്തതാണ്. അത് കൂടുതലാണ്. റൺവേ വളച്ചു. അങ്ങനെയാണ് ഈ മോസ്ക് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.